തീവെട്ടി രാജുവും കുടുംബവും ജയിലിലായതിന്റെ സന്തോഷത്തിന് സഹോദരൻ നടത്തുന്ന ഗാനമേള ഇന്ന്. സ്തോത്രം പറഞ്ഞു സൂത്രത്തിൽ നാട്ടുകാരെ വലിപ്പിച്ചതിന് എൻ.എം. രാജുവും ഭാര്യയും മക്കളും കൊലയോടെ ജയിലിലായതിന്റെ സന്തോഷ സൂചകമായി ഇന്ന് ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ തിരുവല്ല SES സ്കൂൾ ഗ്രൗണ്ടിൽ രാജുവിന്റെ സഹോദരൻ ജെയിംസ് മത്തായി നെടുമ്പറമ്പിൽ ഒരു ഗാനമേള നടത്തുന്നു. പാട്ടുകാരി സിത്താരയും കുറെ ഫ്രീക്കന്മാരും ചേർന്നാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. നെടുമ്പറമ്പിൽ കുടുംബക്കാർ വലിപ്പിച്ച് കാശുപോയ ജനങ്ങൾ ഒരു കടലാസം മടക്കി പോക്കറ്റിലിട്ട് തിരുവല്ല SES സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ മുൻവശത്ത് പോയി ഇരുന്നാൽ ഇന്ന് സിത്താരയുടെയും ഫ്രീക്ക് പയലുകളുടെയും പാട്ട് കേട്ട് കരണ്ടടിച്ചതുപോലെ ഇരിക്കാം. ഈ പാട്ട് കച്ചേരിയുടെ പല ഉദ്ദേശങ്ങളിൽ ഒന്ന് രാജുവും കുടുംബവും ജയിലിലായതിന്റെ സന്തോഷ സൂചകമായാണെന്ന് പറഞ്ഞുവല്ലോ. ഇനി രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് തീവെട്ടി രാജുവിന്റെ സഹോദരൻ ബ്ലേഡല്ല അറക്കവാൾ ജെയിംസ് മത്തായി നെടുമ്പറമ്പിലും പൊട്ടി. ഇവന്റെ ഉടായ്പ സ്ഥാപനത്തിന്റെ പേരാണ് നെറ്റ്സ്റ്റാർ ഗോൾഡ് ലോൺ. വ്യക്തമായി പറഞ്ഞാൽ നെറ്റ്സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ കാസിയോ റീറ്റെയിലർ പ്രൈവറ്റ് ലിമിറ്റഡ്, NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്നിവ ചേർന്നതാണ് തീവെട്ടി രാജുവിന്റെ സഹോദരൻ ജെയിംസിന്റെ നെറ്റ്സ്റ്റാർ ഗോൾഡ് ലോൺസ്. കൽക്കട്ടയിലുള്ള ഒരു പൂട്ടിയ കമ്പനിയുടെ കാസിയോ റീറ്റെയിലർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേര് ഈ തീവെട്ടി വാങ്ങി. ഇതിന്റെ പേരിൽ കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചു. നെറ്റ്സ്റ്റാർ ഗോൾഡ് ലോൺ എന്ന കമ്പനിയുടെ പേരിൽ റെസിപ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ടന്മാരായ നിക്ഷേപകർ ആർക്കാണ് പണം കൊടുക്കുന്നതെന്നോ തരുന്ന റെസിപ്റ്റ് എന്താണെന്നോ ഒന്നും നോക്കുന്നില്ല. പണം കിട്ടാതാകുമ്പോൾ, പലിശ കിട്ടാതാകുമ്പോൾ മാത്രമാണ് ഇവർ വ്യാകുലപ്പെടുന്നത്. ജെയിംസിന്റെ കയ്യിൽ കാശ് കൊടുത്തവർ എത്രയും വേഗം പണം തിരികെ വാങ്ങുക. ഈ പാട്ട് പരിപാടിയോടെ ജെയിംസിന്റെ പരിപാടി ഏതാണ്ട് തീരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അനിയനും കുടുംബവും അകത്തായപ്പോൾ അവനെപ്പോലെ ഞാൻ നാറിയല്ല, അവനും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ മലയാളത്തിലും മലയാളം അറിയാത്തവർക്കായി അംഗ്രീസിലും ഒരു പരസ്യം അങ്ങ് കൊടുത്തു. എൻ്റെ അറപ്പ് കമ്പനിക്ക് അനിയൻ രാജുവിൻ്റെ ബ്ലേഡ് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാണ് പരസ്യം കൊടുത്തത്. തീവെട്ടി രാജുവിൻ്റെ പേരിലുള്ള പല വസ്തുവകകളും ചേട്ടൻ ജെയിംസിന്റെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. ഞങ്ങൾ പൊട്ടിയിട്ടില്ല, ഭയങ്കര സെറ്റപ്പാണ് എന്ന് നാട്ടുകാരെ കാണിക്കുവാനുള്ള അവസാന അടവാണ് ഇന്ന് നടക്കാൻ പോകുന്ന സിത്താരയുടെയും മുടിയന്മാരുടെയും പാട്ട് കച്ചേരി. സിത്താരയോടാണ്. പരിപാടിക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞ കാശ് എണ്ണി മേടിച്ചിട്ട് സ്റ്റേജിൽ കയറിയില്ലെങ്കിൽ പരിപാടി കഴിഞ്ഞ് ഇവന്മാർ മുണ്ടുപൊക്കി കാണിക്കുന്ന ഇനങ്ങളാണെന്ന് മനസ്സിലാക്കുക. നാട്ടുകാർ മനസ്സിലാക്കേണ്ടുന്നത് തീവെട്ടി രാജുവിനെ പോലെ 8 നിലയിൽ പൊട്ടി നിൽക്കുകയാണ് നെറ്റ്സ്റ്റാർ ജെയിംസ് മത്തായി. പാട്ട് പരിപാടി ലവന്റെ അവതാളം ആരും കേൾക്കാതിരിക്കുവാനുള്ള ഒരു അടവാണ്. സിത്താരയുടെ പാട്ട് തീരുന്നതിന് മുമ്പ് ബ്ലേഡ് ജെയിംസും കുടുംബവും അകത്താകുമോ എന്ന് കണ്ടറിയണം. കാശ് നഷ്ടപ്പെട്ടവരെല്ലാം ചേർന്ന് ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവല്ല SES സ്കൂളിലെത്തി ജെയിംസ് മത്തായിയുടെ നെഞ്ചത്ത് ചെണ്ടയടിക്കുമോ എന്ന് കണ്ടറിയണം. ദിവസവും 100 കണക്കിന് പേരാണ് ഇവന്റെ ഉടായ്പ കമ്പനിയിൽ പണം തിരക്കി തിരികെ മേടിക്കുവാൻ കയറി ഇറങ്ങുന്നത്. നെറ്റ്സ്റ്റാർ ജെയിംസിന്റെ കമ്പനിയിൽ പണം നിക്ഷേപിക്കുകയും ഒടുക്കം പണം കിട്ടാതെ അവന്റെ സ്ഥാപനത്തിന് മുന്നിൽ ഉപവാസ സമരം ഇരുന്ന് പണം തിരികെ മേടിച്ച മുൻ ജാർഖണ്ഡ് ഗവർണറുടെ സെക്രട്ടറി TP കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ കേട്ടാലും. ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്. TP കൃഷ്ണൻകുട്ടി. ഞാൻ ജാർഖണ്ഡിലായിരുന്നു ജോലി ചെയ്ത്. ഞാൻ അവിടുത്തെ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഡെപ്യൂട്ടേഷനിലായിരുന്നു. ഇവിടെ NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ്, നെറ്റ്സ്റ്റാർ എന്ന് പറഞ്ഞ ഇതില്ലേ നെറ്റ്സ്റ്റാർ, അവരുടെ NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ്, അതായത് രാജു എന്ന് പറഞ്ഞ ആളിന്റെ ചേട്ടനായി ജെയിംസ് ഇതിന്റെ നടത്തിപ്പുകാരന്. അവിടെ ഭയങ്കര പ്രോബ്ലമാണ്. ഞാൻ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടി രൂപ ചോദിച്ചിട്ട് തരാതെ ഒരു 10-20 ദിവസം കഷ്ടപ്പെടുത്തി ഞാൻ അവിടെ ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത് പൈപ്പുമായിട്ട് പോയി ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈസ 2 ദിവസമായിട്ട് തന്നത്. പലിശയും 4% പോലും തന്നില്ല. പലിശ പോയപ്പോട്ടെ മുതല് കിട്ടിയോ? മുതല് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ ലോട്ടറി അടിച്ചു എന്ന് പറയാ. ഞാൻ പറഞ്ഞത് നിങ്ങള് മറ്റേതിന്റെ മാത്രമേ പറയുന്നുള്ള, ഇവരുടെ സീക്രട്ടായിട്ട് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഒത്തിരി ആളുകൾക്ക് പൈസ കൊടുക്കായിട്ട് ഓടിക്കുവാണ് ഇവര്. NM നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ്, ഈ മാന്നാർ, അവർക്ക് നെറ്റ്സ്റ്റാർ അവരുടെയാണ്. നെറ്റ്സ്റ്റാർ എന്ന് പറയുന്ന ഇത് ആരുടെയാ? അത് ഈ ജെയിംസ് എന്ന് പറഞ്ഞ ആളുടെ, ആ മറ്റേ രാജുവിന്റെ ചേട്ടനാണ് ഈ ജെയിംസ്. ഇവനും പറ്റിയതാണോ? ഇവനും പൊട്ടിയോ? നിങ്ങൾ നോക്കിക്കോ, എല്ലാ ബ്രാഞ്ചിലും ഇതുപോലെ പ്രീമേച്ചറിൽ ഒത്തിരി ആളുകൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കൊടുക്കുന്നില്ല.
പിന്നെ അതിന്റെ ഒത്തിരി ആളുകൾ ട്രബിളില്ല, ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുന്നില്ല. ഇവര് പറഞ്ഞ കേസ് കൊടുത്താൽ മറ്റേ ആൾക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ലെന്നും പറഞ്ഞ് പേടിച്ചിരിക്കുക. ഞാനും വൈഫും പോയി മാന്നാത്ത് പോയി ഒരു ദിവസം മൊത്തം 10 മണി മുതൽ രാത്രി വരെ ഇരുന്ന, പിന്നെ രാത്രിയിൽ 2 തന്ന്, പിന്നെ നെക്സ്റ്റ് ഡേയില ബാക്കി 2 തന്നത്. 4.5 ലക്ഷം രൂപ എന്റെ ഉണ്ടായിരുന്നു. എനിക്ക് വൈഫിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയായിരുന്നു ചോദിച്ചിരുന്നു, അവർ തന്നില്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് വേറെ ചെങ്ങന്നൂർ ഇതുപോലെ ബഹളം ഉണ്ടായി. ഇവിടെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഇൻഫ്ലുവൻസ് ഉള്ളവർക്ക് 1 ലക്ഷം കൊടുക്കും, പിന്നെ അനങ്ങത്തില്ല. പിന്നെ ഈ നെറ്റ്സ്റ്റാറിൽ 5 വർഷത്തേക്കാണ് ഇവര് ഡിപ്പോസിറ്റ് വാങ്ങിച്ചത്. കാസിയോ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കൽക്കട്ടയിൽ ഞങ്ങളുടെ NBFC കമ്പനി വൈൻഡപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് ഇവര് ചുമ്മാതെ പേരിട്ടിരിക്കുന്ന നെറ്റ്സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്, അതിന്റെ പിന്നെ ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ കൊടുക്കുന്നത് ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാസിയോ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞ് കൽക്കട്ടയിലെ അഡ്രസ്സിൽ ഡയറക്ടേഴ്സിനെ അഡ്രസ് ചെയ്താണ് ഈ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നത്. എന്നിട്ട് സർട്ടിഫിക്കറ്റ് ആളുകൾക്ക് കിട്ടുന്നതാണ് നെറ്റ്സ്റ്റാർ എന്നും പറഞ്ഞ NBFC ആണെന്നും പറഞ്ഞിട്ട്. അവർക്ക് ബോധമില്ല ഇത് ഇങ്ങനെയുള്ള കൽക്കട്ടയിലെ കടലാസ് കമ്പനിയുടെ പേരിൽ ഇവൻ തന്നെ എഴുതി ഒപ്പിട്ട് കൊണ്ട് കൊടുത്താൽ ആരുടെ പേരിൽ ഇവർ കൊണ്ട് കേസ് കൊടുക്കും? അത് 5 വർഷത്തേക്ക് അത് മൊത്തം. എന്നിട്ട് ഇവര് പറഞ്ഞ 5 കൊല്ലം കഴിയുമ്പോൾ ഇവൻ ഇവിടെ കാണുമെന്ന് എന്താ ഉറപ്പ്? കാണത്തേ ഇല്ല. എനിക്ക് ഞാൻ ഇവരുടെ നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന അവരുടെ വേറൊരു കമ്പനിയുടെ പേര്, ആ ബോർഡെല്ലാം ഇവരെടുത്ത് മാറ്റി. എന്നിട്ട് ഇപ്പൊ ഗ്രൂപ്പ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ഈ നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡിലെ പൈസ എടുത്തിട്ട് മറ്റേതിന്റെ നെറ്റ്സ്റ്റാറിന്റെ ബ്രാഞ്ചുകൾ 232 ബ്രാഞ്ചെങ്ങാണ്ട് ഇവര് തുറന്നിട്ടുണ്ട്. ഇവിടെ രാജുവിന്റെ സഹോദരന്റെ പേരെന്തുവാ? ജേസനാ. പുള്ളി അങ്ങോട്ട് ബാങ്കിലെ റിട്ടയർഡ് ഓഫീസറാന്നാ പറയുന്നത്. അയാളാ മറ്റേയാളെ ബിസിനസ്സിലോട്ട് ഇടപെടുത്തിയത്. ഈ ജെയിംസ് എവിടുത്തുകാരനാ? ജെയിംസ് ഇവർ ചേട്ടനും അനിയനുമാ. ഈ പേപ്പറിനകത്ത് മിനിഞ്ഞാന്നത്തെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അവര് വേറൊരു കമ്പനിയായിട്ട് ഞങ്ങൾക്ക് ലിങ്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. രാജുവിന്റെ 2 കമ്പനിയുടെ പേര് നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡും പിന്നെ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്, നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. ഇവരുടെ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു എന്ന് ചേർത്തിട്ടുണ്ട്. നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡും പിന്നെ നെറ്റ്സ്റ്റാർ ഏഷനും അനിയനുമാ. ഇവരുടെ ഇതുവരെ ആരും ഈ ചാനലുകാരൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അറിയില്ല. ന്യൂസ് ഇത് പരമ്പരകളായിട്ട് കൊടുത്തു. അന്നേരം അവൻ ചുമ്മാതാ വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു. അവസാനം പൊട്ടിയപ്പോഴല്ലേ ബാക്കിയുള്ളവരെല്ലാരും വാർത്തകളുമായിട്ട് ഇപ്പൊ വരുന്നത്. അതാണ്ട് ഇന്നിപ്പോ ഇട്ടിരിക്കുന്ന നാളെ 6 മണിക്ക് ഇവിടെ നെറ്റ്സ്റ്റാറിന്റെ ഇത് മ്യൂസിക് സെലിബ്രേഷൻ നടക്കും ICS ജംഗ്ഷനില്. നാട്ടുകാരെ പറ്റിച്ചതും അവന്റെ ചേട്ടൻ ജയിലിൽ പോയതിന്റെ ആഘോഷമാണോ? ആഘോഷമാണ് തിരുവല്ല SCS ജംഗ്ഷനില്. എന്നിട്ട് ഫർദർ ഡിപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് സ്ഥലം വിടാനാ. ഒത്തിരി കോടികൾ കൊടുക്കാനുണ്ട്. ഞാൻ ഡിപ്പോസിറ്റർ ആയിരുന്നു. കഷ്ടിച്ച് എനിക്ക് എന്റെ ഇത് കിട്ടി. ഒരു ദിവസം മൊത്തം ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരമില്ല. ഒരു ദിവസം വിശന്നിരുന്നുകൊണ്ട് അല്പം കൊളസ്ട്രോളും കുറഞ്ഞു കാണും, കാശും കിട്ടിയില്ലേ? ഒരു കുഴപ്പമില്ല. ഷുഗറൊക്കെ നോർമലായി കാണും. അത് കൊണ്ട് ശരീരത്തിന് നല്ലതേ ഉണ്ടാവും. താങ്ക് യു. അത് ഞാൻ വൈഫിന്റെ ഇതില് അപ്പോളോയിലെ ബാംഗ്ലൂരിലായിരുന്നപ്പോഴാണ് ഈ റിക്വസ്റ്റ് ചെയ്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇവർ തന്നില്ല. ഞാൻ ഇവിടെ ഇട്ടിരുന്ന ഇതാ എനിക്ക് പ്രോബ്ലം വന്നത്. എനിക്കും നെടുമ്പറമ്പിൽ ഉണ്ടായിരുന്നു, കടപ്പുറയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ അല്ല പോപ്പുലറിലെ ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ അങ്ങ് ക്ലോസ് ചെയ്തെടുത്തായിരുന്നു. ഏതായാലും സമയം വളരെ ക്ലിയർ ആണ്. ചിലപ്പോ ഒരു ലോട്ടറി എടുത്താൽ ചിലപ്പം രക്ഷപ്പെടാൻ സാധ്യത. കാരണം പോപ്പുലറിന്റെ കയ്യിലും പോയില്ല, രാജുവിന്റെ കീശയിലും പോയില്ല. പോപ്പുലറിൽ ഇച്ചിരി പോയി. പക്ഷെ അത് കേസ് ഇതായിട്ട് കിടക്കുക. തിരുവല്ലയിലായിരുന്നു എന്റെ പോയത്. ആ സമയത്തായിരുന്നു ഇവരുടെ ഇത് വന്ന് ഞാൻ ക്ലോസ് ചെയ്തായിരുന്നു. കടപ്പുറ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ്. അവർക്ക് ചിട്ടി അതും ഇതൊക്കെ ഉണ്ടെന്ന് പരിചയമുള്ള ആളായിരുന്നു. പക്ഷെ അതെനിക്ക് മാച്യൂരിറ്റി ആയി ഞാൻ ആ സമയത്ത് അങ്ങ് എടുത്തു. പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ ഇട്ടത് ഇത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഈ നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന് കേൾക്കുന്നതുകൊണ്ട് ഇവരെന്നിട്ട് ഇന്ന് മനോരമയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെന്നൊക്കെയായി
ഒരു ചാനലിനകത്ത് ഞാൻ കണ്ടത്. എന്തിനോടനുബന്ധിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നതെന്ന് പറഞ്ഞേ? ചുമ്മാതെ ഇവര് ഇപ്പൊ ആളുകൾക്ക് പൈസ കൊടുക്കാനില്ല, അന്നേരം ഇത് അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇത് കണ്ടിട്ട് ആളുകൾ ഫ്രഷ് ഡിപ്പോസിറ്റ് കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെയൊക്കെ പൈസ കൊടുക്കാൻ കുറച്ചൊക്കെ കൊടുക്കാനുള്ള അടവിലാണ് ഇവര് ചെയ്യുന്നത്. ഇപ്പൊ ഒരാളിന്റെ എന്റെ ഒരു ഫ്രണ്ടിന്റെ 3 ലക്ഷം ഉണ്ടായിരുന്നു, ഒരു മാസത്തിന് മുന്നേ മേച്ചറായിട്ട് കൊടുക്കാതെ പുള്ളി ഒത്തിരി കരഞ്ഞ് നടന്ന് പുള്ളിക്ക് 1.5 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് 1.5 കൊടുത്തു. ഗെയിംസിന്റെ കമ്പനിയുടെ അവസ്ഥ എന്താ ഇപ്പൊ? ഒത്തിരി ആളുകൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ഒത്തിരി പേര് ആപ്ലിക്കേഷൻ പ്രീമേച്ചറിൽ ക്ലോസ് ചെയ്യാൻ ഒത്തിരി ആളുകൾ കൊടുത്തിരിക്കുക. എന്നിട്ട് ആരുടെയും കൊടുക്കുന്നില്ല. ആദ്യമേ ഇവര് പറഞ്ഞു മെഡിക്കൽ ഗ്രൗണ്ടിലുള്ളവരുടെ മാത്രമേ കൊടുക്കത്തുള്ളെന്ന്. മെഡിക്കൽ ഗ്രൗണ്ടിലെ കൊടുത്തിട്ടൂടെ. എന്റെ കേസ് സത്യമായിരുന്നു. അപ്പൊ ബാംഗ്ലൂരായിരുന്നു, വൈഫിന് അസുഖം. ഇത് റൂമർ കേട്ടിട്ട് ചെങ്ങന്നൂർ ബ്രാഞ്ചിൽ ഭയങ്കര തല്ലിപ്പൊളിയൊക്കെ നടന്നായിരുന്നു. ഒരു അമേരിക്കയിലുള്ള ഒരു പാർട്ടി ഒത്തിരി കോടി രൂപ അവിടെ ഇട്ടിട്ടുണ്ട്. അത് പുള്ളിക്ക് കൊടുക്കുന്നില്ല. അതിനോട് ബഹളം ഉണ്ടായി. അത് കഴിഞ്ഞ് എനിക്ക് മാന്നാത്ത ഞാൻ ഇട്ടിരുന്നത്. എന്നിട്ട് ഇവര് വേറെ കളക്ഷൻ സെന്റർ പോലെ വേറെ പെരുന്നേലൊക്കെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവര് ഒരു കൺട്രോൾ ഇല്ലാതെ നിധി കമ്പനിയിലെ പൈസ എടുത്തിട്ടാണ് ഈ നെറ്റ്സ്റ്റാറിന്റെ ബ്രാഞ്ചുകൾ തുറക്കുന്നത്. ഏത് ഗവർണറുടെ സെക്രട്ടറിയാന്ന് പറഞ്ഞേ? ഞാൻ BJPയുടെ സമയത്ത് ഫസ്റ്റ് ഗവർണർ ഇല്ലേ ജാർഖണ്ഡ്, പ്രഭാത് കുമാർ, ആ പുള്ളിയായിരുന്നു നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് റിട്ടയർഡ് ആണ്. ഹി വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് ബീഹാർ. ഞാൻ അവിടെ ഡെപ്യൂട്ടേഷനിലായിരുന്നു ഗവർണറുടെ കൂടെ. ഞാൻ ജാർഖണ്ഡ് സ്റ്റേറ്റ് മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ടിസ്കോയിലൊക്കെ ഞാൻ ജോലി ചെയ്തിരുന്ന. അന്നേരം അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു G. കൃഷ്ണൻ, നമ്മുടെ തിരുവനന്തപുരത്തുകാരനാ. പുള്ളിയുടെ കൂടെയും പുള്ളി ഡെവലപ്മെന്റ് കമ്മീഷൻ ചീഫ് സെക്രട്ടറി ഒക്കെ ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളതാ. 35 വർഷം ജാർഖണ്ഡിലായിരുന്നു, ബീഹാർ ജാർഖണ്ഡ്. അല്ല, ഇത്രയും ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടും സാറിന് ഈ കള്ളന്മാരെ തിരിച്ചറിയാൻ പറ്റിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ഈ 6%, 7% പലിശ. ഞാൻ ഡെപ്യൂട്ടേഷനിലായിരുന്നു. ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴല്ലേ ഞാൻ മാറിയത്. ഇത് എന്റെ പ്രീമേച്ചർലി ക്ലോസ് 11 മാസമാണ് ഞാൻ ക്ലോസ് ചെയ്തിരുന്നിട്ട് അവർ തരുന്നില്ലായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യും, കൊടുക്കുന്നുണ്ട്. ബ്രാഞ്ചിലെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത് ഹെഡ് ഓഫീസിലോട്ട്. അവിടെ പെൻഡിങ് വെച്ചിട്ട് പാർട്ടിയെ മിസ്ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഡിലേ ചെയ്യിപ്പിക്കണമെന്ന്. പിന്നെ ഒത്തിരി പ്രഷർ വരുമ്പോഴാണ് ഇവര് പാർട്ടിയുടെ പ്രഷർ വരുമ്പോഴാണ് ഫോർവേഡ് ചെയ്യുന്നത്. അന്നേരം അത് ഒരു മനു എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഡിവിഷണൽ മാനേജർ. ഇവിടെ കോട്ടയത്താണ് എന്റെ ഡിവിഷൻ. പുള്ളി എന്നിട്ട് എന്ത് ചെയ്യും, കുറെ ഡിലേ ചെയ്യിപ്പിച്ചിട്ട് അത് ടെലിഫോൺ ഇവർ ആരും എടുക്കത്തില്ല. MDയുടെ ടെലിഫോൺ ഞാൻ ചെയർമാന് മെയില്, MDക്ക് മെയില്, വൈസ് പ്രസിഡന്റ് ഒരാളുണ്ട് തലവടിക്കാരന, പുള്ളിക്ക് ഒരാൾ പോലും ടെലിഫോൺ എടുക്കത്തില്ല. ഹെഡ് ഓഫീസ് ടെലിഫോൺ ചെയ്താൽ അവിടുത്തെ ഓപ്പറേഷൻസ് ഹെഡൊക്കെ ഞങ്ങളോട് കയറി ചൂടാവും. ഹെഡ് ഓഫീസിൽ എന്തിനാ ടെലിഫോൺ ചെയ്ത് ബ്രാഞ്ചിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഹെഡ് ഓഫീസിലോട്ട് അയക്കരുതെന്ന്. ബ്രാഞ്ചിൽ മാനേജർമാർ പോലും MDയോട് സംസാരിക്കാനൊക്കത്തില്ല. ഈ മനു എന്ന് പറഞ്ഞ ഡിവിഷണൽ മാനേജരുമായിട്ട് മാത്രമേ അവർക്ക് സംസാരിക്കാൻ അധികാരമുള്ളൂ. അവൻ ഇതിനകത്ത് നിന്നുകൊണ്ടിട്ട് അവൻ ആദ്യം ഒന്ന് റെക്കമെൻഡ് ചെയ്യും, പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാ വൈസ് പ്രസിഡന്റ് അത് അപ്രൂവൽ ചെയ്യുന്നത്. ഒരു അഡ്രസ്സും ഇല്ലാത്ത ഈ കള്ളന്മാരുടെ അടുത്ത് നമ്മുടെ ലക്ഷക്കണക്കിന് രൂപയും കൊണ്ട് കൊടുത്തിട്ട് അവന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് താളം ചവിട്ടേണ്ട അവസ്ഥ ഇപ്പം ഇതായിപ്പോയില്ല. അന്നേരം ഇവരുടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാ എല്ലാരും പ്രീമേച്ചർ ക്ലോസ് പലിശ തരണ്ടെന്നും പറഞ്ഞ് അവർ കൊടുത്തു. ഇവര് പലിശ ആർക്കും കൊടുക്കുന്നില്ല. 5 വർഷം ഇട്ടവര് 3 വർഷം കഴിഞ്ഞാൽ പ്രീമേച്ചറിൽ കൊടുത്ത് ഒരാളിന് ഇച്ചിരി പൈസ കൊടുത്തിട്ട് അവർക്ക് ഒരു പൈസ പോലും പലിശ കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ ഉടായ്പ കമ്പനികൾ ഇവിടെ എന്തുകൊണ്ട് റൺ ചെയ്യുന്നു? അതുപോലെ ഈ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്ന പേരിൽ മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് സൊസൈറ്റികൾ ഇവിടുന്ന് ശതകോടികൾ ഇവിടുന്ന് പിരിച്ചുകൊണ്ട് പോകുന്നു. ഇതിനെല്ലാം നിയമം ഇത് ഫംഗ്ഷൻ ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ ഈ കള്ളക്കച്ചവടം ഇവിടെ നടക്കുന്നത്? അത് ഞാൻ ROCയോട് ഇവരെല്ലാം ഇതിന്റെ വിഹിതം പറ്റിക്കൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു കച്ചവടം നടക്കുന്നത്? ഒരു പ്രാവശ്യം ഞാനിത് ചോദിച്ചു. എനിക്ക് ഈ പോപ്പുലറിലെ ഇഷ്യൂ വന്നോണ്ട് എനിക്ക് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഒരാൾ എനിക്ക് ലൈനിൽ കിട്ടി. ഞാൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു വിദ്യാഭ്യാസമുള്ള ആളല്ലായിരുന്നു, എന്തിനാ ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ടെന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ ലൈസൻസ് കൊടുത്ത് ഡിപ്പോസിറ്റ് വാങ്ങിക്കാനായിട്ട്? ഉടനെ എന്നോട് പറഞ്ഞ്, പിന്നെ പെൺമക്കളുണ്ടോ ആൺമക്കളുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ആൺപിള്ളേരാ. ഉടനെ എന്നോട് പറഞ്ഞ്
പെൺപിള്ളേരെ കല്യാണം കഴിക്കുന്ന പേരൻസ് ചെറുക്കന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ അന്വേഷിക്കാറില്ലയോ അത് ഇതെന്നൊക്കെ പറഞ്ഞ് എന്നോട് ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചീഫ് മിനിസ്റ്ററുടെ മോളെ കല്യാണം കഴിച്ച് ആലോചിക്കാമായിരുന്നു കല്യാണം കഴിച്ചു, പിന്നെ എങ്ങനെ അത് ഡൈവേഴ്സ് ഉടനെ എന്നോട് പറഞ്ഞു പൊളിറ്റിക്സ് സംസാരിക്കരുതെന്ന് പറഞ്ഞ് പുള്ളി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ അവരെല്ലാം സപ്പോർട്ടായി. ഇവര് ഒരു ഓഡിറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഇവര് റിപ്പോർട്ടേ കൊടുക്കുന്നില്ല. ഇത് കേൾക്കുന്ന ജനങ്ങളോട് നമുക്ക് പറയാനുള്ള കാര്യമുണ്ടല്ലോ, ഈ ബയർ ബിവെയർ എന്ന് പറഞ്ഞ പോലെ അവനവന്റെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് എവിടെങ്കിലും വിടുന്നതിന് മുമ്പ് അബദ്ധം പറ്റിയാൽ വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ടോ പരാതി പറഞ്ഞിട്ടോ കാര്യമില്ല, നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോഴല്ലേ പോലീസ് സ്റ്റേഷനിൽ അതാ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ 10-50 ലക്ഷം രൂപ കളഞ്ഞാലേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ശരിയാ. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അതുകൊണ്ട് ഞാനിപ്പോ അത് ഹങ്കർ സ്ട്രൈക്ക് ചെയ്ത പിന്നെ എനിക്ക് ഈ പൈസ കിട്ടിയത്, അല്ലാതെ വേ ഔട്ട് ഇല്ലായിരുന്നു. 1 മാസത്തോളം ആകാൻ പോകുന്നു, എന്നിട്ടും ഇച്ചിരി പലിശ തന്നു, ബാക്കി തന്നെ ചോദിച്ചിട്ട് മെയിൽ ചെയ്തിട്ട് പലിശ കിട്ടിയില്ലെങ്കിലും മുതല് കിട്ടിയില്ലേ. ശരിയാ. എല്ലാരും പേടിച്ചായി കംപ്ലൈന്റ് ചെയ്യാത്ത, എന്നിട്ട് അവര് പറയുന്നത് കംപ്ലൈന്റ് ചെയ്താൽ പൈസ തരത്തില്ല. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.